യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വചനം. നിന്റെ സന്തതിയുടെ മേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും. ഇവിടെ സന്തതികളുടെ മേൽ പകരപ്പെടുന്ന ദൈവാനുഗ്രഹത്തെക്കുറിച്ചാണ് പ്രവാചകൻ പ്രവചിക്കുന്നത്. ഇന്നത്തെ ദിവസത്തിന്റെ വിശേഷത, സന്തതികളിൽ കിടക്കുന്ന പരാജയങ്ങൾ മാറി, സന്തതികളിൽ കിടക്കുന്ന മരുഭൂമിയുടെ അനുഭവങ്ങൾ മാറി, സന്തതികളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ഒഴുക്കിനെ ദൈവം അയക്കുമെന്നാണ് ഇവിടെ പ്രവാചകൻ പ്രവചിക്കുന്നത്. അതിൻ്റെ ആദ്യ ഭാഗം മുതൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. എന്നിട്ട് അതിന് ഞാൻ എഴുതിയിരിക്കാം, നിന്റെ സന്തതിയുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ പകരും. പാപം പച്ചവെള്ളം പോലെ വലിച്ചു കുടിക്കുന്ന ഒരു തലമുറയുടെ നടുവിലാണ് ഞാനും നിങ്ങളും പാർക്കുന്നത്. കുഞ്ഞുങ്ങൾ പാപത്തിൽ ബന്ധിക്കപ്പെടുമോ എന്ന് പേരൻസ് വലിയ ഭയത്തിലാണ്. എന്നാൽ പേരൻസിനുള്ള ദൈവത്തിൻ്റെ സന്ദേശമാണ്, നിന്റെ സന്തതികളുടെ മേൽ ദൈവത്തിൻ്റെ നിയന്ത്രണം വരാൻ പോവുക. സങ്കീർത്തനത്തിൽ വാക്യമുണ്ട്, ഞാൻ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിച്ച് എൻ്റെ സാന്നിധ്യത്തിൽ മറയ്ക്കും. ഇന്ന് വചനം കേൾക്കുന്നവരോട് ഞാൻ പറയാം, ചില കൂട്ടുകെട്ടുകൾ പൊളിച്ച് സന്തതികൾ ദൈവകൃപയിൽ വരാൻ പോവുക. ദാഹിച്ചിരിക്കുന്നിടത്ത് വെള്ളവും ഉണങ്ങിയ പ്രദേശത്തിൽ നീരൊഴുക്കും തുറന്നു വിടുന്നത് പോലെ സന്തതികളിൽ പരിശുദ്ധാത്മാവിന്റെ പകർച്ച ഉണ്ടാകാൻ പോവുക. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. നിന്റെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. സന്തതികളുടെ മേൽ ആത്മാവിന്റെ ഒഴുക്കുണ്ടാകണം. നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നിങ്ങളുടെ സന്തതികളിൽ ഒരു വലിയ മാറ്റം ഈ നാളുകളിൽ ഉണ്ടാകാൻ പോവുകയാണ്. നിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടുന്ന ദിവസങ്ങളും നിമിഷങ്ങളും പരിശുദ്ധാത്മാവ് കാണിച്ചു തരും. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. സന്തതികളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ പകർച്ച ഉണ്ടാകട്ടെ. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, പാപം പച്ചവെള്ളം പോലെ വലിച്ചു കൊടുക്കുന്ന ഈ യുഗത്തില് ഹല്ലേലൂയ, ദൈവത്തെ അറിയുന്ന ഒരു തലമുറ, പരിശുദ്ധാത്മ ശക്തി അനുഭവിക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കാൻ പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിശ്ചയമായും നിന്റെ സന്തതിയുടെ മേൽ ദൈവാത്മാവിന്റെ പകർച്ച ഉണ്ടാകും. ഗോഡ് ബ്ലെസ് യു.